കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങി. ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങ് ചെന്നിട്ട് പറയും കേട്ടോ. ഇന്ന് സ്കൂളിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ജോലി കഴിഞ്ഞ് ഞാൻ 3 മണി വീട്ടിൽ വന്നപ്പം മൂത്ത മോനും വന്നു. പിന്നെ അവിടെ കുറച്ച് നേരം കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ വഴി വൃത്തിയാക്കാനൊക്കെ കൊണ്ട് അങ്ങോട്ടേക്ക് പോരുന്നു. നമ്മൾ ഈ വണ്ടി വെച്ചിട്ട് അവിടെ വണ്ടി ഇരിക്കുന്നുണ്ട് എൻ്റെ. അപ്പോൾ ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വരുന്ന വഴി ഭയങ്കര കട. ഞാൻ ഈ പോച്ചെല്ലാം ഇവിടെ അറുത്തിട്ടതാണ്. കണ്ടോ, ഇതെല്ലാം അങ്ങോട്ട് മാറ്റി അറുത്തിട്ട്. ഈ വഴി മൊത്തം കാടായിരുന്നു. നമുക്ക് നടന്നു പോകാനൊക്കാത്ത പോലെ കാടായിരുന്നേ. അപ്പോൾ ഇതെല്ലാം അറുത്തി സൈഡിലോട്ട് മാറ്റി വിട്ടാ. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നല്ല പോലെ കാടായിരുന്നു. നടക്കാനൊക്കാത്ത പോലെ പോച്ച വളർന്ന് നിൽക്കുമായിരുന്നു. ഞാനിതെല്ലാം വെട്ടി ചായച്ച് ഇങ്ങോട്ടിട്ട്. ഇതിപ്പോൾ ഇനി വെട്ടി കിടക്കുന്നുണ്ട്. വെട്ടി ഇട്ടതായതുകൊണ്ട് ഉണങ്ങുമ്പോൾ അങ്ങ് ഉണങ്ങി മാറിക്കോളും. മറ്റേ നമുക്ക് നടക്കാൻ വഴിയില്ല. രാത്രിയിലൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇച്ചിരി വഴി പോലെ ഉള്ളൂ. അതിന് 2 സൈഡിൽ പോച്ച വളർന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ഇഴജന്തുക്കൾ വല്ലതും കടിച്ചതൊന്നും അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെ വലിയവനെയൊന്നും മുള്ളാണോ എന്തുവാണെന്ന് നമ്മൾ അറിയുന്നില്ല. 2 സൈഡിൽ നിന്ന് പോച്ച വളർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. കുഞ്ഞിനെ അതിൻ്റെ കടിച്ചായിരുന്നു. എന്തോ നടത്തില്ല. പിന്നെ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അവന്. പിന്നെ ഞാൻ എന്തായാലും ഇപ്പം ഈ വഴിയെല്ലാം ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി. അങ്ങനെ കുറച്ച് പണിയായിരുന്നു. ഇപ്പം ഭയങ്കര കാടായിരുന്നു കേട്ടോ. നമുക്ക് നടന്ന് വരാനൊക്കാത്ത പോലെ വഴിയെല്ലാം കാടായിരുന്നേ. പിന്നെ ഇതെല്ലാം പോച്ചയെല്ലാം പിച്ചാത്തിക്ക് അറുത്ത് കളഞ്ഞു. കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ ഇനി ഉണങ്ങുമ്പോൾ അങ്ങ് നല്ല വൃത്തിയായിക്കോളും. പോച്ചയെല്ലാം കരിഞ്ഞുണങ്ങി പോകുമ്പോൾ. അപ്പം അങ്ങനെ പണിയായിരുന്നു. ഇനി വീട്ടിൽ പോട്ടെ. കയ്യോന്നി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കയ്യോന്നി പറിച്ചുകൊണ്ട് വന്നായിരുന്നേ. ഇത് കയ്യോന്നിയല്ല, ഇത് പോച്ച. ഇത് കയ്യോന്നി എണ്ണ കാച്ചാനായിട്ട് തലയിൽ തേക്കാൻ. അങ്ങനെ ഇനി വീട്ടിൽ പോവാം. ഇപ്പോൾ 5 മണി കഴിഞ്ഞു. പിന്നെ എന്താ പറയാൻ വന്നങ്ങ് മറന്നുപോയി. അയ്യോ, എന്തുമായിരുന്നു. അപ്പോൾ ഈ പോച്ച ഇറക്കാൻ ഞാൻ എടുത്തുകൊണ്ട് വന്ന പിച്ചാത്തി ഞാൻ കൊച്ചുമോൻ്റെ വണ്ടി വെക്കുന്നിടത്തെ കവറുണ്ടേ. അപ്പോൾ ആ കവറിൻ്റെ അടിയിലോട്ട് ഇട്ട്. അപ്പം ഞാനത് മരുമോളെ വിളിച്ച് പറഞ്ഞു, മൂത്ത മരുമോൾ. ഞാൻ വിചാരിച്ച് പന്നിയാണ്. ഇവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങൾ തോട്ടത്തിൽ കിടന്ന് ഓടുന്നതായിരുന്നു. 2 സൈഡും തോട്ടമാണ് കേട്ടോ. ഇതിനിടയിൽ കൂടെ ഒരു വഴിയാണ് നമ്മൾ വണ്ടി കൊണ്ടുവെക്കുന്നത്. പന്നിയുള്ളതാണ് കേട്ടോ. കരലാണെങ്കിൽ നടപ്പോൾ ഞാൻ വെച്ചിട്ട് പന്നിയായിരിക്കുന്നു. അപ്പോൾ അവൾ കുഞ്ഞിനെ വിളിക്കാനൊക്കെ കൊണ്ടുകൊണ്ട് അവരുടെ വീട് അടുത്ത് തന്നെ. അപ്പോൾ കുഞ്ഞിനെ വിളിക്കാനൊക്കെ കൊണ്ട് മോൻ ഉച്ച വരെ ഉള്ളായിരുന്നു പണി. അപ്പോൾ പണി കഴിഞ്ഞ് വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞാൽ അവൻ വന്നേ. പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ ഇങ്ങോട്ട് പോകുന്നത് അവളെ വിളിക്കാനൊക്കെ കൊണ്ടുകൊണ്ട് പിന്നെ അവൻ അങ്ങോട്ട് പോയി. എന്നിട്ട് അവർ രണ്ടുപേരുടെ കുഞ്ഞിനെ വിളിക്കാനൊക്കെ കൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോയി. കുഞ്ഞിനെയും വിളിച്ചുകൊണ്ടെങ്കിൽ പോരും. അപ്പോൾ ഇവിടെ മേളിലാണ് കുഞ്ഞ് പഠിക്കുന്ന സ്കൂള്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇച്ചിരി ദൂരം. നമുക്ക് ഇവിടെ അടുത്ത് സ്കൂള് അടുത്ത്, അവർക്ക് ഇച്ചിരി ദൂരമാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും വേണ്ടി പോകുന്നതുകൊണ്ട് പിന്നെ അവർ അവിടെ ആയിരുന്നല്ലോ. അപ്പം അന്നേരം പിന്നെ കുഞ്ഞിന് സ്കൂൾ ബസ്സുണ്ട്. അപ്പോൾ അതിനെ കുഞ്ഞിനെ അവിടെ അമ്മ അവിടുന്ന് വണ്ടിയൊക്കെ കയറ്റി വിടും. വൈകിട്ട് അങ്ങ് ചെല്ലും. അപ്പം ഞങ്ങളാരെങ്കിലും ഇവിടെ ഉള്ള ദിവസമാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സ്കൂളിലോട്ട് വിടും. വൈകിട്ടെങ്കിൽ വിളിച്ചുകൊണ്ട് പോരും. അങ്ങനെ അവിടെ ഇവിടെ ഈ ഒരെണ്ണേ ഉള്ളൂ. പിന്നെ എൻ്റെ മരുമോൾക്ക് ആങ്ങളയില്ല. ഇപ്പോൾ മരുമോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ അവിടെ താമസിക്കുമ്പോൾ അല്ലേ നമ്മുടെ ഇവിടെ വസ്തുവിൽ തന്നെ വീട് വെക്കാനായിരുന്നു. തറയൊക്കെ കെട്ടിയതായിരുന്നു. അപ്പോഴാണ് അവിടെ ആങ്ങള മരിച്ചു പോയത്. പിന്നെ അങ്ങനെ അവരവിടെ അങ്ങായി. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആരുമില്ല. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടം കാരണം അവൾ പറഞ്ഞു, എന്നാൽ അമ്മേ വൈകുന്നേരം ഇവിടെ ആരുമില്ല. നമുക്കിവിടെ ഇങ്ങനെ വീട് അങ്ങനെ ഇട്ടിരിക്കാൻ രാത്രി ഇട്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ മേളിലൊക്കെ കള്ളുടിയന്മാരൊക്കെ ഉണ്ട്. നമ്മൾ പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലം. പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വരുന്ന വഴിയൊക്കെ ഇടുങ്ങിയ വഴിയായിരുന്നു കൂട്ടുകാരെ. ഇപ്പോഴതിങ്ങനെ ലോക്കൗട്ടൊക്കെ ഇട്ട് വൃത്തിയാക്കി. ഒരാൾ വന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാനൊക്കാത്ത പോലെ വഴിയായിരുന്നു. കുഞ്ഞു വഴിയായിരുന്നു. എന്നിട്ട് 2 സൈഡും കൈതക്കാടൊക്കെയായിരുന്നു. ആ വഴിയിൽ കൂടെയൊക്കെ ഞാൻ എൻ്റെ കുടുംബ വീട് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പം ഞാൻ വീട്ടിൽ നിന്നൊക്കെ രാത്രി 7 മണിക്ക് 8 മണിക്കൊക്കെ പോരുവാണെങ്കിൽ ഒരു ചൂട്ട് കത്തിച്ചുകൊണ്ട് ഞാൻ അന്ന് ലൈറ്റൊന്നുമില്ലേ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഇവിടോട്ട് പോരും. നമുക്ക് പേടിക്കണ്ടായിരുന്നു. പേടിയേ ഇല്ലായിരുന്നു. പക്ഷേ ആ കാലമല്ല ഇപ്പം. ഇപ്പോൾ ഏത് വഴിക്കും പെൺപിള്ളേർക്ക് പോകാൻ പറ്റാത്ത കാലമാണ്. അതൊന്ന്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ എങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്താലൊക്കെ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും വിചാരിച്ച് ഒരു സ്വാർത്ഥ സ്വഭാവക്കാരാണ് ഇപ്പോൾ എല്ലാവരും. അപ്പം നമ്മുടെ വീട്ടിൽ ആരും ഇല്ല എന്നുള്ള ഇത് കണ്ടുകൊണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കങ്ങ് പേടിയാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എന്നാൽ കുഞ്ഞിനെ കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടന് പറ്റില്ല, വേണ്ട, അവന്മാരാരും പിന്നെയും ഇങ്ങോട്ട് വന്നാൽ പിന്നെയും മാരി കെട്ടണം, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു.
അത് തന്നെയല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാനുള്ള സൗകര്യം കുറവാണ്. പിന്നെ വണ്ടി വരത്തില്ലല്ലോ, മെയിൻ അതാണ് കേട്ടോ. വണ്ടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ വരത്തില്ല, ഇവിടെ വരെ വരത്തുള്ളൂ. പിന്നെ വയലിൽ കൂടെ ഒക്കെ പോക്ക് വരവ് എല്ലാവർക്കും പ്രയാസമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാം ബുദ്ധിമുട്ട്. അതിനും കൂടെ ഞാൻ കിടന്ന് ഓടുക. പിന്നെ അവിടുത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം മോള് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമേ, അത് വേറൊരു കാര്യം. വീടല്ലേ. അപ്പോൾ പിന്നെ മരുമോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യമ്മേ, ഞാനും അണ്ണനും ഇവിടെ നിൽക്കാം. അപ്പോൾ കൊച്ചു മോൻ ഇവിടെ ഉണ്ട്. അവൻ എപ്പോഴാണ് ഇനി ഇവിടുന്ന് ജോലിക്ക് അങ്ങോട്ടും ഇവിടെ മാറിപ്പോകുന്നതെന്ന് അറിയില്ല. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച ഒരു കൂട്ടരായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവരെയായിരുന്നു ഞാൻ ഈ വീട് ഏൽപ്പിച്ചത്. വലിയ അവർ അവരുടെ വീട്ടിലുമായിരുന്നു. അങ്ങനെ ആയിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാരണം അവർ ഇവിടുന്ന് അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഇനി അവർ വരത്തില്ല. പിന്നെ ഇനി വീടിങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ എന്തായാലും വലിയ മോളിപ്പോൾ പറഞ്ഞ്, അമ്മേ ഞങ്ങളിവിടെ നിൽക്കാം, ഇവിടെ അവിടെയുമായിട്ട് നിൽക്കാം. അപ്പോൾ കുഞ്ഞിനെ പകലൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്ന് രാവിലെ അവിടെ കൊണ്ടാക്കിയിട്ട് അവൾ ജോലിക്ക് പോകുന്നത്. മോനും മോളും കൂടെ അവിടെ കൊണ്ടാക്കും. ആക്കിയിട്ടാണ് അവർ ജോലിക്ക് പോകുന്നത്. വൈകിട്ട് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം കുഞ്ഞിനെ ഇവിടുന്ന് അവിടെ ആരും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോരും, ഉണ്ടെങ്കിൽ അങ്ങോട്ടങ്ങ് പോകും. അന്നേരത്തെ ഇതുപോലെ അവൾ വിളിച്ച് പറയുന്ന പോലെ അന്നേരം നമ്മൾ ചെയ്യും. അങ്ങനെ പിന്നെ അവൾ പിന്നെ ഇവിടെ വീട്ടിലുണ്ടാണ്ട് പിന്നെ നമുക്ക് പേടിക്കണ്ട. ജോലിയുടെ കാര്യത്തിലാണേലും വീടിൻ്റെ കാര്യത്തിലാണേലും വൃത്തിയുടെ കാര്യത്തിലാണേലും എല്ലാം അതെൻ്റെ കൂട്ടാണ്. ഞങ്ങൾ അമ്മായിമ്മയും മരുമോളും ആണെന്ന് പറഞ്ഞാലും പക്ഷേ ഞങ്ങൾ രണ്ടും ഒരേ സ്വഭാവമാണ് കേട്ടോ. അത്രയും പോലും എൻ്റെ മോക്കില്ല. കാരണം എൻ്റെ ഒരു വിധം രീതികളെല്ലാം അവൾക്കുണ്ട്. ചെടി നടുന്ന ഭ്രാന്ത് അവൾക്ക്, ചെടിയോടുള്ള ഭ്രാന്ത് അവൾക്കുണ്ട്. പിന്നെ വൃത്തി, തൂത്തും വാരിയും പറക്കുകയും അങ്ങ് ഇരിക്കത്തില്ല, ഇങ്ങനെ പണി ചെയ്ത് നടക്കും. ഞാനും അത് തന്നെ, ഇങ്ങനെ ഓരോ പണി ചെയ്ത് നടക്കണം. പിന്നെ അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നതൊന്നും കരിയൊന്നും പാത്രത്തിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്കും അത് തന്നെ. അങ്ങനെയൊക്കെ പിന്നെ ഓരോരോ ചിട്ടയും കാര്യങ്ങളും അതൊക്കെ എൻ്റെ രീതിയൊക്കെ ഒരുവിധം അവൾക്കുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യത്തിൽ പേടിക്കുകയേ വേണ്ട. എന്നിട്ട് ഞാൻ പിന്നെ ഇപ്പം വന്ന് കുഞ്ഞിന് രാവിലെ ജോലിക്ക് പോകില്ലേ, അവൾക്ക് 7:30 8 മണിക്കെങ്ങാണ്ട് അവിടെ ലൈഫ് ലൈൻ നേഴ്സാണ് അവൾ. അപ്പോൾ അവൾക്കും അവിടെ അന്നേരത്തേക്ക് ചെല്ലണം. ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട്. അടൂർ ചെന്നിട്ട് വേണം, ഇവിടുന്ന് അടൂർ ചെന്നിട്ട് അടൂന്ന് പിന്നെയും പോകണ്ടായോ. അപ്പോൾ കുഞ്ഞിന് രാവിലെ 7 മണി 7:30 ആകുമ്പോഴത്തേന് ഇപ്പോൾ 7 മണിക്ക് പോകും. 7 മണിക്ക് പോയാലേ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരുടെ വീടിൻ്റെ അവിടെ അവരുടെ അമ്മയെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വീട്ടിലോട്ട് കയറി പോകത്തില്ല. അവിടെ നിന്ന് അവരുടെ അമ്മയെ വിളിക്കത്തേ ഉള്ളൂ. ഇച്ചിരി മുരുപ്പാണ്. അവിടെയും വണ്ടി വീട്ടുപടിക്ക് വരെ ചെല്ലത്തില്ല, താഴത്ത് വരെ ചെല്ലും. അപ്പോൾ അവർ അമ്മ ഇറങ്ങി വരുമ്പം പിന്നെ കുഞ്ഞിനെ കൊടുത്തിട്ട് അവർ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവരുടെ ചേട്ടന് പണിയില്ലെങ്കിൽ ജോലി ലൈഫ് ലൈനിൽ കൊണ്ടുവിടും. പണിയുണ്ടെങ്കിൽ ബസ് കയറ്റി വിട്ടിട്ടിങ്ങി പോരും അവന്. എന്നിട്ട് അവനങ്ങ് പണിക്ക് പോകുന്നത്. അപ്പോൾ 7 മണിക്ക് കുഞ്ഞിറങ്ങണമെന്നുണ്ടെങ്കിൽ രാവിലെ അവന് പൊതി വേണം, അവൾക്ക് പൊതി കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ എന്തോരം വെളുപ്പിനെ എണ്ണീറ്റാലൊക്കും. പിന്നെ ഉറക്കപ്പായി കിടക്കുന്ന ഒരു പൊടിക്കൊച്ചിനെ വലിച്ചുകൊണ്ട് വേണ്ടേ പോകാൻ. അതൊക്കെ ഇപ്പോൾ അവിടെ വീട്ടിലാണെങ്കിൽ പിന്നെ അവൾക്ക് കുഴപ്പമില്ല. കാരണം അവിടെ അമ്മ എല്ലാം ജോലികളെല്ലാം അങ്ങ് ചെയ്തോളും. രാവിലെ ആണെങ്കിലും എല്ലാം ഒരുവിധമൊക്കെ അങ്ങ് ചെയ്തോളും. അവൾക്ക് എണ്ണീറ്റ് കുളിച്ച് നനച്ചങ്ങ് പോയാൽ മതി. കുഞ്ഞിനെ ഒരുക്കുകയോ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും അവൾക്ക് നോക്കണ്ട, എല്ലാം നോക്കി. ഇപ്പോൾ ഇവിടെ ഞാനുണ്ടായിരുന്നെങ്കിൽ അതുപോലെ കുഞ്ഞിനങ്ങ് പോയാൽ മതിയായിരുന്നു. ഇപ്പം ഞാനും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതും കിടന്നങ്ങ് ഓടുക. എന്ത് ചെയ്യാനാ. അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ ഇനി മിക്കവാറും നോക്കട്ടെ. ഇവർ ഇനി ഒരാളുടെ കല്യാണം കഴിക്കാനുണ്ടല്ലോ, അവർ കല്യാണം കഴിച്ച് ഇവിടെ വരുമോ അതോ വേറെ എല്ലാവർക്കും ഈ വഴി ബുദ്ധിമുട്ടാണ്. കാരണം പണ്ട് നമുക്കിത് ഇങ്ങനെ വീടൊക്കെ ആയപ്പം നമുക്ക് കയറി കിടക്കാനൊരിടമായല്ലോ എന്നേ നമ്മൾ ചിന്തിച്ചുള്ളായിരുന്നു. അന്ന് വഴിയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കിയില്ല. അന്ന് കുഞ്ഞുങ്ങൾക്കും അത് പ്രശ്നമില്ലായിരുന്നു. അവർ കുഞ്ഞായതുകൊണ്ട് അവർക്ക് അത്ര അറിവേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവർ വളർന്നു വന്നപ്പോഴത്തേക്ക് അവർക്കും അതിൻ്റേതായിട്ടുള്ള വഴി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. പിന്നെ അവർ ഇവിടെ വളർന്നവരായിട്ട് പോലും അവർക്ക് ഇവിടുത്തെ വഴിയെക്കുറിച്ച് അവർക്ക് ഇച്ചിരി പ്രയാസം. അപ്പം അന്യടത്തു നിന്ന് വരുന്ന പെൺപിള്ളേർ, അത് തന്നെയല്ല റോഡറമ്പി വളർന്ന പെൺപിള്ളേരൊക്കെ വന്നിവിടെ താമസിക്കുകയെന്ന് പറഞ്ഞാൽ അത് അതിനെക്കാട്ടി ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്ന ഒരു പുതുമോടിക്കൊക്കെ ഇവിടെ താമസിക്കും. പിന്നെ അത് കഴിയുമ്പോൾ അങ്ങ് താനേ അങ്ങ് മാറും. റോഡറമ്പിലോട്ട് അവർക്ക് പോകാമെന്നൊരാഗ്രഹം വരും. അപ്പോൾ അങ്ങനെയൊക്കെ അവർ പോയി മോളെയും കെട്ടിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിക്കാമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇനി ഇരിക്കുക. അല്ല ഇപ്പം എന്ത് ചെയ്യാനാ. പിന്നെ ഇവിടെ ആരെങ്കിലും താമസിക്കുവാണെങ്കിൽ അങ്ങനെ അവർ നോക്കട്ടെ, ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതി ഞങ്ങളിങ്ങനെ ഇരിക്കുക. എന്നാലും നാളെ അല്ലല്ലോ, എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലൊക്കും അല്ലേ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ വന്ന് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകി വെച്ചു. പിന്നെ മുറ്റവും കുറച്ച് തൂത്തുവാരിയിട്ട് കുഞ്ഞ് വന്ന് ഇനിയിപ്പോൾ അവളെപ്പോഴാണ് വരുന്നത്. അപ്പോൾ അവിടെ വീട്ടിലോട്ട് പോയതല്ലേ. മുറ്റവും തൂത്തുവാരിയിട്ടു. പിന്നെ വെള്ളം കോരി വെച്ചു. മോൻ അതെടുത്തുകൊണ്ട് പെരയെ കൊണ്ടുവച്ചു. ഒത്തിരി വലിയ കലത്തിലൊന്നും വെള്ളം എടുത്ത് എനിക്ക് പൊക്കിക്കൊണ്ട് പോകാൻ പ്രയാസമാണ്. അപ്പം
മോനുണ്ടായതുകൊണ്ട് പിന്നെ അവനതെടുത്തങ്ങ് പെരയെ വെച്ചു. ഞാൻ തന്നെ ഉള്ളെങ്കിൽ ചെറിയ കലത്തിൽ കോരി വലിയ കലത്തിൽ കൊണ്ടുവെക്കും, ഒഴിച്ചു വെക്കും. അങ്ങനെയൊക്കെ ഞാനങ്ങ് ചെയ്യും. ഇപ്പം അവനുണ്ടായതുകൊണ്ട് അവൻ അത്രയും ചെയ്തു. പിന്നെ വന്ന് ഈ വഴി വൃത്തിയാക്കായിരുന്നു കൂട്ടുകാരെ കേട്ടോ. വഴി 2 സൈഡിലോട്ടും പോച്ച വളർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ആ പോച്ചയുടെ ഇടയിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നത്. അപ്പം വഴി കാണാനേ ഇല്ല, വല്ലതും കയറി കിടന്നാൽ അറിയില്ലല്ലോ. അതിന് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. അപ്പുറത്തെ വഴിയാണ് നമുക്ക് എളുപ്പം, കുളത്തിൻ്റെ അവിടോട്ടുള്ള വഴിയാണ് നമുക്ക് എളുപ്പം. പക്ഷേ അവിടെ നമുക്ക് നമ്മുടെ വണ്ടി വെക്കാനൊന്നും സേഫ്റ്റി ഇല്ല. അവിടെ പലരാണ് വണ്ടി വരുന്നതും വെള്ളമടിയും കാര്യങ്ങളും ഒക്കെ. നമുക്കൊന്നും പറയാനോ എടുക്കാനോ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ താമസിക്കണ്ട, അത്ര തന്നെ. അങ്ങനെയാണ് നമ്മൾ. അവരൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാർ, നമ്മൾ പാവങ്ങൾ. അതിൻ്റെയായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമുക്ക് വഴി പ്രയാസമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലതും ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അമ്മമാർ വല്ലതും ചെയ്താൽ നമുക്കറിയാൻ പറ്റുമോ? നമ്മളീ കിടന്ന് ഓടുന്നത് തന്നെ അതുങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്തിനാ, ഇച്ചിരി നടന്നാലും കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മളോട് ആരും ഒന്നിനും ഇല്ല, ഒന്നും പറയാനോ എടുക്കാനോ അല്ലെ വണ്ടി എന്തിനാ അവിടെ കൊണ്ടുവെക്കുന്നത്, ഒന്നിനും ആരും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവർ തന്നെയല്ല, വേറെ ഉള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരായിരിക്കും എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കഴിവതും. പല വണ്ടികൾ വരുന്നുണ്ട്, വെള്ളമടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാവപ്പെട്ടവരാകുമ്പം പണമുള്ളവരുടെ കയ്യിലാണല്ലോ നിയമം. പാവപ്പെട്ടവൻ്റെ കയ്യിൽ അതില്ലല്ലോ. ഇതിപ്പോൾ സത്യമാണെന്ന് പറഞ്ഞാൽ പോലും അത് കള്ളമെന്നേ നിയമം കൊണ്ടുപോകത്തുള്ളൂ, പണമുള്ളവരുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ച് നമ്മൾ ഒതുങ്ങിക്കൂടി ജീവിച്ചു പോവാം. പിന്നെ ആരും ഒന്നും എന്നോടോ എൻ്റെ കുഞ്ഞുങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഒന്നുമില്ല. നമ്മൾ പോന്നു, നമ്മൾ വരുന്നു, നമ്മളും ആരോടൊന്നും പറയാൻ പോകുന്നില്ല, നമ്മൾ വരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഇനിയിപ്പം ഞാൻ 5 മണി 5:30 ചേട്ടനിപ്പോൾ അവിടെ വന്ന് കാണും. മോക്ക് ഈവനിങ്ങാണ്, അപ്പോൾ അവളെ 7:30 വിളിച്ചുകൊണ്ട് വരണം. ഞാനിനി ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് ചെന്നിട്ട് ഇന്ന് മോക്ക് ഇങ്ങനെ ജോലി ആയതുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടും പ്രയാസമാണ്. 7:30 കഴിഞ്ഞ് അപ്പം അവൾ വരുമ്പോഴത്തേന് 8 മണിയാവും. ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് 8 മണിയാവും. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ജോലി ചെയ്യാൻ പ്രയാസം. അപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പിന്നെ എന്തെങ്കിലും അരി അടുപ്പിലിപ്പോൾ ഇട്ട് എന്തെങ്കിലും ഒരു കറിയൊക്കെ വെച്ച് വെക്കാം എന്ന് വിചാരിച്ച് ഓടുക. ഞാൻ നിന്നതാ, പിള്ളേർ വരുവാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്നതാ കേട്ടോ. കണ്ടില്ല, ഞാൻ അവർ താമസിച്ചേ വരത്തുള്ളായിരിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അരിയൊക്കെ അടപ്പത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ മൂത്ത മോനും മരുമോളും കുഞ്ഞും ഇങ്ങി വന്നു. അപ്പോൾ അവരെ കാണാൻ അവിടെ ആഗ്രഹിച്ചിരുന്നപ്പോഴത്തേനും അവരിങ്ങി വന്നു. പിന്നെ 7:30 ആയപ്പോൾ ചേട്ടൻ പോയി മോളെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിലോട്ട് പോയത്. അവിടെ കുറെ പിള്ളേർ മാത്രം ഇപ്പോഴത്തെ കണ്ണാടിയും വെച്ചിട്ടും അവിടെ ആൾക്കാർ ഇറങ്ങി.